Download now. CC Learning app. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് HSST എക്സാമിൻ്റെ GK പാർട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഒരു വെറും 20 മണിക്കൂർ കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ 30-ൽ 30 മാർക്ക് നേടാം. അപ്പോൾ 30-ൽ 30 എന്ന് പറയുന്നത് നമുക്ക് അറിയാം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും 30-ൽ 30 ഒന്നും കിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഏറ്റവും നല്ല മാർക്കുകളിലേക്ക് നെഗറ്റീവ് കുറച്ചുകൊണ്ട് എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൽ? ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ 30 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ സിലബസ് അറിയാം, എല്ലാവർക്കും സിലബസ് അറിയാമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് സിലബസിലൂടെ ഓടിച്ചു പോകാം. ഇതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കുമാണ് ഉള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, BEdനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ അധികം പഠിച്ചിട്ടില്ലാത്ത പോർഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരിഗണന കൂടുതൽ കൊടുക്കേണ്ടത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനാണ്. ഓക്കെ, ഇനിയും അടുത്തത് സബ്ജക്റ്റ് വൈസിലേക്ക് വരികയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിനുണ്ട്. അടുത്തത് റിനൈൻസൻസ് ആണ് 5 മാർക്കിന് ചോദിക്കുന്നത്. റിനൈൻസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിനൈൻസൻസിൻ്റെ കുറച്ചധികം പാർട്ടുകൾ റിനൈൻസൻസിൽ വരുന്നുണ്ട്. ഇനിയും അടുത്തത് എന്താണ്? റിനൈൻസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടോട്ടൽ ഒരു 20 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസും പിന്നീട് അതുപോലെ തന്നെ റിനൈൻസൻസ്, CA, GK ഇതാണ് പോർഷൻ. ഇനി അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. ഇതാണ് ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു പോർഷനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നത്. നോക്കിക്കേ, റിനൈൻസൻസ് എന്ന് പറയുന്ന 5 മാർക്കിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു പോർഷനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ പോർഷൻസ് ആണ് ചോദിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടു, സിലബസ് മാറിയപ്പോൾ തന്നെ 3-4 പേജുകളിലായിട്ട് ഞാൻ 3-4 സ്ലൈഡുകളായിട്ട് കൊടുത്തൊരു പോർഷനാണത്. ആ പോർഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ 2021 തൊട്ട്, ഞാൻ ഈ ഡേറ്റ് എടുത്തിരിക്കുന്നത് 2021 മുതൽ 26 റീസെൻ്റ് കഴിഞ്ഞ ദിവസം നടന്ന JLT എക്സാം, ഹിന്ദി എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ആ JLT എക്സാം വരെയുള്ള കഴിഞ്ഞ 5 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച ശേഷമാണ് ഞാൻ ഈ ഡേറ്റ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം JLTയുടെ സിലബസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, അതിനുൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം അവിടെ 20 ക്വസ്റ്റ്യൻസ് പരിഗണിച്ചപ്പോൾ 13 ക്വസ്റ്റ്യൻസും ഡിഗ്രി തലത്തിൽ ചോദിച്ചതും മെയിൻസും JLTയും ഉൾപ്പെടെയുള്ള ഈ ഒരു പോർഷനിലെ ക്വസ്റ്റ്യൻസിൽ 13 സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതിലൊരു 13-14 ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരും. ബാക്കിയുള്ളതായിരിക്കും നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ? കാരണം JLT ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പോർഷൻ സെയിം ആണെങ്കിലും അവിടെ എന്തായിരുന്നു? 1 വേർഡിനാണ് പ്രാധാന്യം. ഈ ഒരു പാറ്റേൺ പിന്തുടരുന്നത് എന്തായിരിക്കും? HSST ക്വസ്റ്റ്യൻ പേപ്പർ പിന്തുടരുന്നത് ഡിഗ്രി ലെവലിൻ്റെ പാറ്റേൺ ആയിരിക്കും പിന്തുടരുന്നത്. അപ്പോൾ 2021-ലും 2026-ലും ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിന് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചില തവണകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ പേടിപ്പിടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളൊന്നും തന്നെയും കണ്ടിട്ടില്ല. ചില പോർഷൻസ് നിങ്ങൾ നല്ല ഡെപ്തിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ ഗുണം ഉണ്ടാകുന്നത്? ചില ഏരിയാസ് നിങ്ങൾ ഒഴിവാക്കും. അങ്ങനെ ഈ സിലബസിൽ റിനൈൻസൻസിൽ നിങ്ങൾ ഒഴിവാക്കാതെ ആദ്യം തന്നെ പഠിക്കേണ്ട പോർഷൻസ് ആണ്. എല്ലാ നവോത്ഥാന നായകന്മാരും കഴിഞ്ഞ തവണകളിൽ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, വൈകുണ്ഠ സ്വാമികൾ.
റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരെ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കോളൂ, ഇവരെ ബേസ് ചെയ്ത് എന്ത് പഠിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പറയുകയാണെങ്കിൽ, ശ്രീനാരായണ ഗുരുവിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലേ, അരുവിപ്പുറം പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വെച്ച് ഇപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ വർഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആലുവ സർവമത സമ്മേളനം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവും മറ്റ് ആൾക്കാരും തമ്മിൽ ടാഗോറുമായിട്ട് കണ്ടുമുട്ടിയത്, ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടിയത്, ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളുടെ വർഷം, ഇതൊക്കെയാണ് വർഷങ്ങളുടെ ഭാഗത്തിൽ വരുന്നത് എങ്കിൽ പുസ്തകങ്ങളുടെ വർക്കുകൾ എപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു 10-25ഓളം പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കൃത്യമായി പഠിക്കുക. ഇതേപോലുള്ള വർഷങ്ങൾ, ആലുവ സർവമത സമ്മേളനം, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, അദ്ദേഹവുമായിട്ടുള്ള പലവിധ മീറ്റിങ്ങുകൾ, അരുവിപ്പുറം പ്രതിഷ്ഠ, ഇങ്ങനെയുള്ള വർഷങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനിയും അയ്യങ്കാളിയിലേക്ക് നമ്മൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേബർ സ്ട്രൈക്സ് ആണ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. 90-ാം ആണ്ട് സമരം, അതായത് വില്ലുവണ്ടി സമരങ്ങൾ, ഈ സമരങ്ങൾ, അദ്ദേഹം നടത്തിയ സമരങ്ങൾ അത് ആവർത്തിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നടത്തിയ എല്ലാ കലാപങ്ങളുമാണ് അവിടെ ആവർത്തിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ലേബർ സ്ട്രൈക്കുകൾ പ്രത്യേകം തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മേജർ അജിറ്റേഷൻസിലും എന്ത് വന്നിട്ടുണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. പണ്ഡിറ്റ് കെ പി കറുപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെയാണ് വീണ്ടും ഏറ്റവും കൂടുതൽ. ഇവിടെ കൂടുതൽ പുസ്തകങ്ങൾ, അയ്യങ്കാളിക്ക് കൂടുതൽ പുസ്തകങ്ങളല്ല, ഇവിടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ പറയുമ്പോൾ വീണ്ടും പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്, ആ ഓർഗനൈസേഷൻസും ആവർത്തിച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും അയ്യ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കോട്സുകളുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ വിളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് ആശയങ്ങൾ, നിഴൽ താങ്കൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മതവുമായിട്ട് ബന്ധപ്പെട്ട പന്തി, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കുക. അദ്ദേഹത്തിൻ്റെ ഫിലോസഫീസ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന പാർട്ടും ആവർത്തിച്ച് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, ഇനിയും അടുത്തത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിനെ പറ്റി പറയുമ്പോൾ യോഗക്ഷേമ സഭ, അതോടൊപ്പം തന്നെ ഉണ്ണി നമ്പൂതിരി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്നു. പുസ്തകങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ അദ്ദേഹം നടത്തിയ യാത്ര തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കാറുള്ളത്. ഇനിയും നോക്കിക്കേ, ഇതിപ്പം വ്യക്തികളെ ബേസ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ഏരിയാസ് എന്ന് പറയുമ്പം വൈക്കം സത്യാഗ്രഹം, മലയാളി ഈഴവ മെമ്മോറിയൽ, ഐക്യ കേരള മൂവ്മെൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യ കേരള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിലുള്ളതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയും ആണ് ഈ പറയുന്ന ഐക്യ കേരള മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസ് വരും. ഇതിന് ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് കേരള PSC ബുള്ളറ്റിനാണ്. നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇനി നോക്കിക്കേ, ശ്രീമൂലം പ്രജാസഭ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ വരുമ്പോഴും ഒക്കെയും ഈ ചോദ്യങ്ങൾ, അയ്യങ്കാളി വരുമ്പോഴും ഒക്കെയും ഈ ഒരു ആരൊക്കെ അവിടേക്ക് വരുന്നു. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്തായിരിക്കും കൊണ്ടു കൊടുക്കുന്നത്. അവർ ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഏത് വർഷം എത്തി, അല്ലെങ്കിൽ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം ഈ ശ്രീമൂലം പ്രജാസഭ ആൻഡ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന പാർട്ട് സെപ്പറേറ്റ് തന്നെ ഒന്ന് വായിച്ചിട്ട് പോകുക. ദെൻ ന്യൂസ് പേപ്പേഴ്സ്, നവോത്ഥാന നായകന്മാരുടെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഞാനാണെങ്കിൽ പഠിപ്പിക്കുമ്പം എപ്പോഴും കേരളത്തിലെ പത്രങ്ങളെല്ലാം ഒരു കോളം വൈസ് തന്നെ എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോളം വൈസ് ആയിട്ട് തന്നെ ഇങ്ങനെ ആര് സ്റ്റാർട്ട് ചെയ്തു, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു നോട്ട് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് കൂടുതലായിട്ടും കൊടുക്കാറുള്ളത്. അപ്പം അത് നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വലിയ പ്രശ്നമുണ്ടാകുന്ന ഒരു പാർട്ടല്ല, നോക്കിയിട്ട് പോകാൻ പറ്റും.
പിന്നെ നമുക്കറിയാം ചിലപ്പം ക്രിസ്ത്യൻ, നമുക്ക് ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് അവരെന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്, ചിലപ്പോൾ കൺവേർഷൻ ആയിരിക്കും, ക്രിസ്ത്യൻ മിഷണറീസ് കൊണ്ടുവരുന്നതിനൊക്കെ ഏകദേശം ഒരേ രീതിയിലാണ് ഇത് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പം ന്യൂസ് പേപ്പർ അങ്ങനെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഒരേ ഇയർ ആണെങ്കിൽ പോലും ആദ്യം സ്റ്റാർട്ട് ചെയ്തതൊക്കെ വെച്ച് നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. എലിമിനേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ. ഇനി നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ് ഇൻ കേരള റിനൈസൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ കേരള ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഇവർക്ക് നിങ്ങൾക്ക് പോർഷനില്ല എങ്കിലും അതൊരു PSCയുടെ ഒരു ഇച്ചിരി കടുകട്ടിയായിട്ടുള്ളൊരു ഭാഗമാണ്. പഴയ കേരള ഹിസ്റ്ററിയുടെ ചരിത്ര സ്രോതസ്സുകളുടെ ബുക്കുകൾ ചോദിക്കും. ആ ബുക്കുകൾ ആരാണ് എഴുതിയത് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഇനിയും അടുത്തത് എന്താണ്, ഞാൻ അതിനെ ബേസ് ചെയ്ത് നിങ്ങളോട് ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചത്. KP Keshav Menon was a leader of the Home Rule League. In the election in the Central Legislative Assembly held in 1934, Muhammad Abdul Rahman won by defeating the Muslim League candidate. Mannat Krishnan Nair was the leader of the movement for the tenancy reform. J.M. Sen Gupta was the president of the 5th All Kerala Political Conference. ഇത് ഡിഗ്രി തലത്തിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, അപ്പം കണക്റ്റിംഗ് പോയിന്റ് മാത്രമായിരിക്കില്ല ചോദിക്കുന്നത്. ഒന്ന് ഒരു റിനൈസൻസ് ലീഡറെ പറ്റി ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തത് മറ്റൊരു റിനൈസൻസ് ലീഡറെ പറ്റിയാണ് വന്നത് അല്ലേ. ഇനി മൂന്നാമത്തത് വേറൊരു റിനൈസൻസ് ലീഡർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കാത്ത കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിഗ്രി തലത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ പാറ്റേൺ ഹിസ്റ്റോറിക്കലി റോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് തന്നെയാണോ അടുത്തത് നോക്കിയിരിക്കുന്നത്, അയ്യ വൈകുണ്ഠ ബേസ് ചെയ്തിട്ടുള്ള ചോദിച്ചിട്ടുണ്ട് കണ്ടോ. മദ്രാസ് ഗവർണർ ചാൾസ്, നമ്മളിത് പലപ്പോഴും പഠിച്ചു പോകുന്നതാണ്, ക്ലബ്ബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന പോർഷൻ ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. നിങ്ങൾക്ക് നമുക്ക് പലപ്പോഴും ഒരാളെ പറ്റി, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, 2 പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതെന്ന് പറയാൻ 2 പേര് ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇനി 2 പേര് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന കീവേഡ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്ന കീവേഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ചില സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ എന്നൊക്കെ രീതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും. എല്ലാം പഠിച്ചില്ലേ എങ്കിൽ കൂടി അങ്ങനെ ഒരു പഠനമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ എല്ലാം വായിച്ചു പഠിച്ച് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഫുൾ അരച്ച് കലക്കിയിട്ട് ചിലപ്പം പറ്റാൻ ഉള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ ചില ട്രിക്കുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഈയിടെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം എന്തായാലും ഉറപ്പായിട്ടും VBG റാംജി MGNREGA എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉറപ്പായിട്ടും ചോദിക്കും അല്ലേ. ഇനി നോക്കിക്കേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് DPSP FD അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇത് ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ്. ഞാൻ ഈ തന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം കാണാതെ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ ഒന്ന് ബേസിക്കലി കവർ ചെയ്ത് പോകണം. പ്രീആമ്പിള് നിങ്ങൾക്കൊരു 20-25 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. എന്നാൽ RT ആക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ PYQs മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ PYQs ചെക്ക് ചെയ്യണം അല്ലേ. ഇനിയും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള എളുപ്പമുള്ള ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിക്നെയിംസ്. കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു, നമ്മുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഇനി അടുത്തെന്താണ്, സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടക്കുന്ന കുറേയധികം നിയമ പരിരക്ഷകളുണ്ട്. ആ പരിരക്ഷകളെ പറ്റി എന്തായാലും ചോദിക്കും.
അതെന്താണ്? കേരളത്തിൽ നടക്കുന്നതും ഇന്ത്യയിലുണ്ടായിരുന്ന നിയമങ്ങളും ഒക്കെയും എന്താണ്? പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പം നമുക്കവിടെ കേരള സർക്കാരിൻ്റെ പദ്ധതികളും നിയമങ്ങളും ഒക്കെയും ഈ ഭാഗത്ത് വരും. ഇത് PSCയുടെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 30 ക്വസ്റ്റ്യൻസോളം, ഇപ്പം ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി എങ്ങനെ ചെറിയ സമയത്തിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ JLTയുടെ ഞാൻ പറഞ്ഞല്ലോ, JLTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓരോന്നിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഏതാണ്ട് ഈ ആദ്യത്തെ ഈ മൂന്ന് ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ പറയും, ഈ 3 ടോപ്പിക്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അത് റിപ്പീറ്റഡ് ഏരിയാസ് ഏത് മാത്രം പഠിച്ചിട്ട് കയറിയാൽ മതി. ഇങ്ങനെ ഓരോന്നിൻ്റെയും കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസും അതിൻ്റെ PYQസും വെച്ചിട്ടാണ് നമ്മളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ലൈവ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും പഠിക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഏരിയയ്ക്കും പരിഗണന കൊടുത്ത് തന്നെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന HSST എക്സാമിന് കുറച്ചധികം മാർക്കുകളൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി ഒരു ക്ലാസ്സാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെയും കറണ്ട് അഫയേഴ്സ് പാർട്ടും, ഇപ്പം നിങ്ങളെല്ലാം കൂടെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്കണോമിക്സ്, ഞങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കണോമിക്സ് എക്സാമിന് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സിൽ എല്ലാവർക്കും ചോദിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പാർട്ടുണ്ടാവും. അത് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ, ലൈവ് സെഷനിലേക്ക് എത്തിച്ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. ഞങ്ങൾ എല്ലാവരും പഠിപ്പിക്കാനുണ്ട്. അപ്പം വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്കൊരു ക്ലാസ്സുകളായിരിക്കും നമ്മൾ നൽകുന്നത്. താല്പര്യമുള്ളവരൊക്കെ കൂടെ കൂടുക. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങ് പോന്നോളൂ. ഇനിയും എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് 8589083568. അപ്പം ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ അതിനകത്ത് ഉണ്ടാകും. ഇനിയും ഈ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്, നമ്മുടെ പുതിയ ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് 1,999 ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് HSST എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങളുടെ സബ്ജക്റ്റ് വൈസ് ഉൾപ്പെടുത്തുന്നവർക്കും ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ റീസണബിൾ പ്രൈസിലാണ് എല്ലാ സബ്ജക്റ്റും പഠിക്കാവുന്നത്. ബോട്ടണി ആയാലും സുവോളജി ആയാലും കെമിസ്ട്രി ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും എല്ലാ സബ്ജക്റ്റും കോമ്പറ്റിറ്റീവ് ക്രാക്കർ ക്ലാസ്സുകളുണ്ട്. അപ്പം മറന്നു പോകണ്ട, ബൂസ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അധ്യാപകരോടൊപ്പം ആവശ്യമുള്ളത് മാത്രം പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.